Hello. Welcome to market discussion of the day. Today, March 5th, 2025. Wednesday ആണ്. സോ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയൊരു ബാച്ച് ഇന്നലത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അടുത്ത ഒരു ബാച്ച് നമുക്ക് എന്താണ് അടുത്ത ആഴ്ച വരുന്നതിൻ്റെ അടുത്ത ആഴ്ചയായിട്ട് അടുത്ത ഫ്രീ ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് നമുക്ക് കലണ്ടർ ബേസ് ചെയ്തിട്ട്, അതായത് ഓൾറെഡി പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ന്യൂസുകളും ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത. പക്ഷേ പൊളിറ്റിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഏകദേശം 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്നൊരു സ്പീച്ച് രാവിലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനകത്ത് പനാമ കനാലിനെ പറ്റിയും ഒക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിടിച്ചെടുക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്താ പറയുക, റഷ്യയിൽ നിന്നുള്ള മിനറൽസ് US എടുക്കാം എന്ന് ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ അത് മാത്രമല്ല, നമ്മളുടെ ഡൊണാൾഡ് ട്രംപ് പല രാജ്യങ്ങൾക്കും എതിരെ എടുക്കുന്ന താരിഫുകൾക്ക് കൗണ്ടറായിട്ട് എന്താ പറയുക, അവരെന്താണ് കൗണ്ടറായിട്ട് പറയാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇന്ന് പൊളിറ്റിക്കലായിട്ട് ന്യൂസസ് വരാനായിട്ടുള്ള പോസിബിലിറ്റിയും ഇന്ന് ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതൊക്കെ ഡയറക്റ്റ്ലി നമ്മളുടെ ഗോൾഡിലേക്ക് നല്ലോണം അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസും ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ എല്ലാ ദിവസത്തെയും പോലെ നമ്മൾ JPY വരുമ്പോൾ JPY ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത് 149.21 ആ ഒരു റേഞ്ചിലാണ് JPY ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 150 അടുത്ത് വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ രാവിലെ ഇന്ത്യൻ ടൈമിങ് 7:30 മണിക്കുള്ള ക്യാൻഡിലാണിത്. ഓക്കെ, സോ ആ ഒരു ക്യാൻഡിൽ 150 അടുത്തായിട്ട് വന്നു. അവിടുന്ന് പ്രൈസ് താഴോട്ട് പോയൊരു കാഴ്ച നമുക്ക് കാണാം. അപ്പം അങ്ങനെ അവിടുന്ന് സെല്ലെടുത്തിട്ടുള്ള എല്ലാ ആൾക്കാരും ഓൾമോസ്റ്റ് ഒരു 70-80 പിപ്പോളം പ്രോഫിറ്റിലാണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവിടുന്ന് സെല്ലെടുത്തിട്ടുള്ള ആൾക്കാർക്ക് നല്ല പ്രോഫിറ്റ് ഇന്ന് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. സോ ഇന്നത്തെ ദിവസവും നമുക്ക് അതേപോലെ തന്നെ നമുക്ക് നോക്കാം. 150 താഴെയായിട്ട് നമുക്ക് മാർക്കറ്റ് താഴെ വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു മാർക്കറ്റ് ഓപ്പണിങ്സിനൊന്നും മുകളിലോട്ട് പുതിയൊരു ക്യാൻഡിൽ തുടങ്ങാതെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് സെല്ലെടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നമുക്ക് പ്രോഫിറ്റ് 149 വെച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് 150.60 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടിയും വരും. ഓക്കെ, സോ ഇതാണ് JPY പറയാനായിട്ടുള്ളത്. യൂറോയിലോട്ട് നമ്മൾ പോകും. യൂറോ നമ്മൾ നേരെ മെനഞ്ഞാന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.0400 അവിടുന്ന് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോങ്ങർ ടേമിലോട്ട് വാങ്ങാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലോങ്ങർ ടേമിലോട്ട് വാങ്ങിയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഭയങ്കരമായ പ്രോഫിറ്റ്, ഓൾമോസ്റ്റ് 1 ലോട്ട് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഓൾമോസ്റ്റ് $3000 വരെയുള്ള പ്രോഫിറ്റ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. കാരണം ഇപ്പോൾ യൂറോ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.0694 ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, സോ ഉറപ്പായിട്ട് 1.0700 റെസിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. പക്ഷേ അവിടുന്ന് ഞാനൊരു സെല്ല് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. മാർക്കറ്റ് ഒന്ന് റീട്രേസ് ചെയ്ത് താഴോട്ട് വന്ന് ഒരു 1.0600 അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, കാരണം മാർക്കറ്റ് 1.06 മുകളിലായിട്ട് 2 മാർക്കറ്റ് ടൈമിങ്ങിന് നമുക്ക് 1.06 മുകളിലായിട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഇത് രാവിലെ ഇന്ത്യൻ ടൈമിങ് 7:30 മണിക്കുള്ള ക്യാൻഡിലും. സോ ഇത് രാവിലെ യൂറോപ്പ് മാർക്കറ്റ് ഓപ്പൺ ആയ ക്യാൻഡിലുമാണ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ 2 മാർക്കറ്റ് ഓപ്പണിങ്സിന് 1.06 മുകളിൽ യൂറോ വന്നത് കൊണ്ടിട്ട് തന്നെ 1.0600 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് യൂറോ സ്റ്റാർട്ട് ചെയ്യാം. 1.0500 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളൊരു കാര്യം ഒരു കാരണവശാലും മറക്കാതെ തന്നെ നമ്മൾ നോക്കണം. കുറച്ചുകൂടെ ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ള ആൾക്കാർക്ക് 1.0580 താഴെയായിട്ട് വേണമെങ്കിലും സ്റ്റോപ്പ് ലോസ് ഇട്ട് 1.0600 അവിടെ ബൈ ചെയ്യാം. ഓക്കെ, സോ നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പം GBP റേഞ്ചൊക്കെ വിട്ട് വേറെ ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ 1.02500 അവിടെ വെച്ച് ബൈ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോങ്ങർ ടേമിലോട്ടൊക്കെ ബൈ ചെയ്യാനായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും മോർ ദാൻ 300 പിപ്സിന് മുകളിൽ ഇപ്പോൾ ഓൾറെഡി പ്രോഫിറ്റ് ആയിട്ടുണ്ട്.
സോ എനിക്ക് പറയാനായിട്ടുള്ളത് ഒന്ന് റീട്രേസ് ചെയ്ത് വന്നാൽ ഇപ്പോൾ ഇതേവരെ 1.28 മുകളിലായിട്ട് കയറി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സോ ഒറ്റ ക്യാൻഡിൽ മാത്രമാണ് ഇത് കഴിഞ്ഞ ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്യാൻഡിൽ മാത്രമാണ് 1.28 മുകളിലായിട്ട് മാർക്കറ്റ് വന്നിട്ടുള്ളത്. സോ ഇപ്പോൾ യൂറോപ്പ് ഓപ്പണിംഗ് നോക്കിയാലും 1.2795 ആയിരുന്നു. ഓക്കെ, സോ ഏഷ്യ ഓപ്പണിംഗ് ആയിരുന്നെങ്കിലും തുടങ്ങിയത് 1.27769 ആയിരുന്നു. സോ ഇതുവരെ നമ്മളൊന്നും മാർക്കറ്റ് പറയാറായിട്ടില്ല. മാർക്കറ്റ് താഴോട്ട് വരും എന്നുള്ളതാണ് പ്രതീക്ഷ. അങ്ങനെ മാർക്കറ്റ് താഴെ റീട്രേസ് ചെയ്ത് വന്ന് 1.27 അടുത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. 1.2650 താഴെയായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും. ഓൾമോസ്റ്റ് ഒരു 140 പിപ്പ് താഴെ വരണം, എന്നാൽ മാത്രമേ നമുക്ക് ബൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, സോ അങ്ങനെ തന്നെ എടുക്കുക. ഒരു കാരണവശാലും സെല്ല് ചെയ്ത് GBP ചെയ്യരുത് എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെക്കുക. ഓക്കെ, സോ നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, എന്താണ് 2880 കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ബൈ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് തന്നെ മാർക്കറ്റ് മുകളിലോട്ട് ഓടിപ്പോകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. നമ്മൾ ഇന്നലത്തെ മാർക്കറ്റ് ഡിസ്കഷൻ എനിക്ക് തോന്നുന്നത് ഈ ഒരു ക്യാൻഡിലിൻ്റെ സമയത്തായിരുന്നു മാർക്കറ്റ് ഡിസ്കഷൻ നടന്നുകൊണ്ടിരുന്നത്. ഓക്കെ, സോ അവിടുന്ന് മാർക്കറ്റ് ഒറ്റയടിക്ക് മുകളിൽ പോയി 2912 2 മണിക്കൂറിനുള്ളിൽ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2930 വന്നു. അവിടുന്ന് 2930 അവിടുന്ന് സെല്ല് ചെയ്യാം എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെല്ല് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഓൾമോസ്റ്റ് ഒരു 300 പിപ്പോളം പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ അവിടുന്ന് 2900 അവിടെ വെച്ചിട്ട് വീണ്ടും ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് 2920 വരെയുള്ള പ്രോഫിറ്റ് 2 വട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും റീട്രേസ് ചെയ്ത് 2903 2905 ഒക്കെ അവിടെ വെച്ചിട്ട് വീണ്ടും ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് നല്ലൊരു പ്രോഫിറ്റ് ഇന്ന് കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യമാണ്. സോ ഇന്നും എനിക്ക് പറയാനായിട്ടുള്ളത് 2900 വീണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. 2930 മുകളിലായിട്ട് മാർക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്നും മാർക്കറ്റ് വെറുതെ കിട്ടുകയല്ല, അറ്റ്ലീസ്റ്റ് ഒരു മാർക്കറ്റ് ടൈമിങ്ങിനെങ്കിലും ഇപ്പോൾ US മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് 2930 മുകളിലാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് വേണമെങ്കിലും ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ട്രേഡ് എടുക്കുന്നത് ആയിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട്. റീട്രേസ്മെൻറ്റിൽ നമുക്ക് ഒരു ബൈ പോയിന്റ് എടുത്ത് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, സോ ഇന്നത്തെ റേഞ്ച് നമ്മൾ ഗോൾഡിൽ നോക്കുകയാണെങ്കിൽ 2900 തൊട്ട് 2940 വരെയാണ്. ചിലപ്പോൾ അത് 40 വിട്ട് 60 വരെയൊക്കെ പോകാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. കാരണം US പ്രസിഡൻറ്റിൻ്റെ പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്. അത് വേൾഡ് ലീഡേഴ്സ് എങ്ങനെയായിരിക്കും അവരുടെ തീരുമാനം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയില്ല. സോ ഉറപ്പായിട്ടും അത് ഗോൾഡിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം മാത്രം മനസ്സിലാക്കി ഗോൾഡ് ബൈ സൈഡിൽ മാത്രം നിൽക്കുക, ഒരു കാരണവശാലും സെൽ സൈഡിൽ നിൽക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി റീട്രേസ്മെൻ്റ് ഉള്ള സമയത്ത് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമാണ്. വേണമെങ്കിൽ റീട്രേസ് ചെയ്ത് 2915 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് വേണമെങ്കിലും നമുക്ക് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. കാരണം 2900 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് യൂറോപ്പ് ഓപ്പണായ സമയമാണ്. ഓക്കെ, സോ യൂറോപ്പ് ഓപ്പണായ ക്യാൻഡിലാണിത്. ഓക്കെ, ഈ യൂറോപ്പ് ഓപ്പണായ ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ 2915 മുകളിലാണ്. 2915 ഉറപ്പായിട്ടൊരു സപ്പോർട്ടായിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന സംഭവമാണ്. അപ്പോൾ ഇനി അത് ഒരു റെസിസ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റിയും വെച്ചുകൊണ്ട് നമുക്ക് 2915 അടുത്തൊക്കെ മാർക്കറ്റ് കിട്ടുകയാണെങ്കിൽ അവിടുന്ന് വേണമെങ്കിലും നമുക്കൊരു ചെറിയ ലോട്ട് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. എപ്പോഴും ബെറ്റർ പോസിബിലിറ്റി 2900 മാർക്കറ്റ് കിട്ടുമ്പോഴായിരിക്കും എന്നുള്ളൊരു കാര്യം വീണ്ടും ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, സോ മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.